കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങളെത്തി. ഞങ്ങളെ കൂടെ ഇപ്പോൾ ഒരാളും കൂടെ ഉണ്ട്, അരുൺ. ഇതൊക്കെ നമ്മളെ അടുത്തുള്ള പ്രദേശങ്ങളാണ്. നമ്മളിപ്പം പോയാലേ അറിയാൻ പറ്റും അതിനൊക്കെ എന്താ ക്വാളിറ്റിയും ദൃശ്യവും എന്തൊക്കെ ഉണ്ടെന്ന് പോയാലേ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഞങ്ങളെ വ്ലോഗ് തുടങ്ങി. നീണ്ട കടൽ യാത്ര തുടങ്ങാൻ പോവാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയി എവിടം വരെ പോകും? വർക്കല വരെ പോവാം. വർക്കല വരെ പോവാം. വർക്കല ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ അങ്ങ് പോവാം. താന്നി ബീച്ചിലെ ചെറിയ ചുറ്റിക്കറങ്ങലുകൾ കൂടി നമ്മളെ ഈ യാത്രയിലുണ്ട്. ഇതാണ് താന്നി ബീച്ചിലേക്കുള്ള പ്രവേശന കവാടം. ഈ കാഴ്ച ഏതോ സിനിമയിലൊക്കെ കണ്ട പോലെ തോന്നുന്നു. നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. നല്ല പൊള്ളുന്ന വെയിലായിരുന്നു അവിടെ. ശേഷം തിരികെ കാറിൽ കയറി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി. ഈ കാണുന്നത് നാഷണൽ ഹൈവേക്ക് വേണ്ടി മണലെടുക്കുന്ന സ്ഥലമാണ്. ഇത് താന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ യാത്ര ചെയ്ത് പൊഴിക്കര എത്തിയിട്ടുണ്ട്. ഇവിടെ അറബിക്കടലും പരൂർ കായലും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ്. ഇത് പ്രാദേശികവാസികൾ ഇവിടെ വിളിക്കുന്നത് ചീപ്പ് എന്നാണ്. ഇവിടെയുള്ളവർ വിനോദത്തിനായി മീൻ പിടിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് ഇത്. ഈ ദൂരെ കാണുന്നത് അറബിക്കടലാണ്. ഇതിന്റെ വിശദമായ വ്യൂ ഈ വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് അറബിക്കടലാണ്. ഇവിടെ മീനൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ചൂണ്ടയുമായിട്ട് രാവിലെ മുതൽ വന്നിരിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അത്യാവശ്യം ചെറിയ ചെറിയ മീനൊക്കെ ചൂണ്ടയിൽ കിട്ടുന്നു. നേരെ പോയത് പരവൂർ ബീച്ചിലേക്കാണ്. ഈ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണിത്.
ഇത് കായലിന്റെ ഭാഗമാണ്, പക്ഷേ ആഴം കുറഞ്ഞ സ്ഥലവുമാണ്. ഇറങ്ങിയ ആൾക്കാർ നടന്ന് കര പോകുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. വാട്ടർ ആക്ടിവിറ്റീസിനുള്ള എല്ലാ കണ്ടന്റുകളും ഇവിടെ തന്നെ ഉണ്ട്. ഉള്ളത് കാപ്പിൽ ബീച്ചിലാണ്. ഇപ്പോൾ ഇവിടെ നല്ല ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. കയാക്കിങ്, അങ്ങനെ ബോട്ടിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ഒരൊരു യാത്രയല്ല, ഒന്നിലധികം സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന ഒരു 1.5 യാത്രയാണ്. നേരെ നമ്മളെത്തിയത് വർക്കലയ്ക്കാണ്. ഇനി വർക്കലയുടെ കാഴ്ചയിലേക്ക് പോകാം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വരുന്നവർക്ക് ഈ ബോർഡ് നോക്കി ബാക്കിയുള്ള ടൂർ പ്ലാൻ അറേഞ്ച് ചെയ്യാവുന്നതാണ്. കറങ്ങത്തിരിഞ്ഞ് ഞങ്ങൾ വർക്കല ബീച്ചിലെത്തി. കേരളത്തിലെ ഗോവയാണത്. ഗോവയിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാ വിദേശികളും ഇവിടെ ഉണ്ട്. വിദേശത്ത് പോകണ്ട, വിദേശം കാണണമെങ്കിൽ ഇവിടെ തന്നെ വന്നതാണ്. ഇനി ആ കാഴ്ചകളിലോട്ട് പോവാം. നോക്കിക്കോ. വർക്കലയെ കുറിച്ച് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു തീരദേശ വിനോദസഞ്ചാര കേന്ദ്രമാണ് വർക്കല. കടലിനോട് ചേർന്നു നിൽക്കുന്ന കൂറ്റൻ ചെങ്കുത്തായ പാറക്കെട്ടുകളും ശാന്തമായ അന്തരീക്ഷവുമാണ് വർക്കലയെ മറ്റ് ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കൂടാതെ ഇവിടെ പാരാഗ്ലൈഡിംഗ് പോലെയുള്ള വ്യത്യസ്തമായ വിനോദ പരിപാടികളും ഇവിടെയുണ്ട്. ഇനി കാണാൻ പോകുന്നത് സൊവനീർ ഷോപ്പുകളാണ്. കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഒരു ഏകദേശ ധാരണയും ഓർമ്മയും ഒക്കെ സൂക്ഷിക്കാൻ ഈ ഷോപ്പുകൾ വളരെ സഹായകരമാകും. നമ്മളെപ്പോലെയുള്ള ഈ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇതൊന്നും വലിയ ഉപയോഗമില്ലെങ്കിലും വെളിയിൽ നിന്ന് വരുന്ന പല വിദേശ സഞ്ചാരികൾക്കും ഇത് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ്. ക്ലിഫിന് മുകളിൽ നിന്ന് കടലിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതേ രൂപത്തിലാണ് കടൽ കാണുന്നത്. ഇനി നമുക്ക് കടലിൽ ഇറങ്ങി നിന്ന് കാഴ്ചയും കാണാം. ഇതിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും? മനസ്സിലായി. അത് നിൽക്കുക, വെള്ളം കണ്ടു വെക്കണം. അതായിരിക്കും.
ഇതാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ച. ഇത് ഏത് ക്യാമറയിൽ പകർത്തിയാലും 100% തനിമയോടെ നമുക്ക് ലഭിക്കില്ല. ഇത് നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വിദേശമൊന്നും അല്ല കേട്ടോ, വർക്കല തന്നെയാണ്. അത് നോക്കിയാ ബാക്കിലുള്ള ബിൽഡിങ്സ് ഒക്കെ നോക്കിയാ വിദേശ സ്വിറ്റ്സർലൻഡിലൊക്കെ സെറ്റപ്പ് ഇങ്ങനെ തന്നെയാ സ്വിറ്റ്സർലൻഡ് ഏകദേശം. നമ്മള് പഴയ ഹിന്ദി പാട്ടിലായി കണ്ടിട്ടില്ല. അല്ല, നേരത്തെ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ടോ? പഴയ ഹിന്ദി പാട്ടിലായി കണ്ടിട്ടില്ല എമ്മാതിരി സാധനങ്ങൾ. അപ്പൊ ഇതാണ് ആ സ്ഥലം. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ മലയാളികളാണെങ്കിൽ ഇവിടുന്ന് കണ്ടിരിക്കാനാണ്. ഒരു വട്ടം സന്തോഷ് ജോർജ് പറയുന്നുണ്ട് വർക്കല നിങ്ങൾ കണ്ടിട്ടുണ്ടോ. നിങ്ങൾ എന്തായാലും വർക്കല കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരികവും ആത്മീയവുമായ ഒരു കേന്ദ്രം കൂടിയാണ് ശിവഗിരി മഠം. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അന്ത്യവിശ്രമത്തിനായി തിരഞ്ഞെടുത്തതാണ് ഈ സ്ഥലം. ശ്രീനാരായണ ഗുരു 1904 സ്ഥാപിച്ചതാണ് ഈ മഠം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് ഇത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.